പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, മരിയൻ ധ്യാനത്തിന് രണ്ട് കാര്യത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഒന്ന്, വിമല ഹൃദയ പ്രതിഷ്ഠ. രണ്ട്, പരിശുദ്ധ കുർബാന. വിമല ഹൃദയ പ്രതിഷ്ഠ എന്നാൽ എന്ത് എന്ന് റാണിക്ക് പരിശുദ്ധ ദേവമാതാവ് നൽകിയ 51 സന്ദേശത്തിൽ, കഞ്ചിക്കോട് സന്ദേശത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അതിപ്രകാരമാണ്: ഏറ്റവും പരമ പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ ജീവന്റെ വചനം എൻ്റെ കന്യകാ ഉദരത്തിൽ മനുഷ്യാവതാരമെടുത്തപ്പോൾ മനുഷ്യ സ്വഭാവത്തിൽ എനിക്ക് പരമേൽപ്പിക്കപ്പെടുകയായിരുന്നു. ആ പദ്ധതിയിലൂടെ ഈ പുത്രൻ തൻ്റെ അമ്മയിൽ നിന്നും സർവ്വതും പ്രതിഷ്ഠിക്കുന്നു. ഏറ്റവും പരമ പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ ജീവന്റെ വചനം എൻ്റെ കന്യകാ ഉദരത്തിൽ മനുഷ്യാവതാരം എടുത്തപ്പോൾ മനുഷ്യ സ്വഭാവത്തിൽ എനിക്ക് പരമേൽപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തിയത് പരിശുദ്ധ ത്രിത്വമാണ്. അതിനെ തുടർന്നുള്ള പഠനമാണ് വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഏതാനും ദിവസങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു സംഘടനയിൽ അംഗമാകുന്ന മനോഭാവത്തോടു കൂടി നടത്തുന്ന സമർപ്പണമല്ല വിമല ഹൃദയ പ്രതിഷ്ഠ. പിന്നെയോ അത് ഒരു ജീവിതമാണ്. വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഏതാനും ദിവസത്തെ പ്രാർത്ഥനയല്ല, പിന്നെയോ പ്രവൃത്തിയാണ്. ഇതാണ് മരിയൻ ധ്യാനത്തിൽ വളരെ ശക്തമായിട്ട് പഠിപ്പിക്കുന്നത്. ജനത്തിന് മനസ്സിലാകും അനുദിന ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ, വിഷമതകൾ, പ്രതിസന്ധികൾ എങ്ങനെ മാതാവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് എങ്ങനെ അത് ബലിയിലേക്ക് സമർപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ശക്തമായ പഠനമാണ്. രണ്ടാമതായി പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനമാണ്. ഇന്ന് പരിശുദ്ധ കുർബാനയ്ക്കെതിരായിട്ട് ചെയ്യുന്ന എത്രയോ നിന്ന അപമാനങ്ങൾ കുർബാന പൊതുവേദിയിൽ വിവാദ വിഷയമായി തീരുന്നു. സഭ തൻ്റെ മക്കളുടെ കൈകളാൽ പീഡനം അനുഭവിക്കുകയാണ്. ഇത് പരിശുദ്ധ അമ്മ കഞ്ചിക്കോട് റാണിക്ക് നൽകിയ സന്ദേശങ്ങളിൽ, പ്രത്യേകിച്ച് 25 വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ സന്ദേശങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ഇന്ന് സഭ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു. പക്ഷേ അന്ന് പലരും ഇത് അവഗണിച്ചു. എന്നാൽ ഇന്ന് ഇതാ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് ദൈവജനത്തെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ മരിയൻ ധ്യാനം ഈശോ ഇന്ന് ധ്യാനമായിട്ട് ക്രമീകരിക്കുന്നത്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് അമ്മ തന്നെ എടുത്തു പറയുന്ന ഒരു വലിയ സന്ദേശം ഇപ്രകാരമാണ്: ജപമാലയോടൊപ്പം പരിഹാര കുർബാന സ്വീകരണങ്ങൾ നടത്തൂ. ഈ ലോകത്തിലുള്ള എല്ലാ നല്ല പ്രവൃത്തികളുടെ ആകെത്തുക എടുത്താലും ഒറ്റ പരിശുദ്ധ കുർബാനയോളം ആവില്ല. ഈ ലോകത്തിലുള്ള എല്ലാ നല്ല പ്രവൃത്തികളുടെ ആകെത്തുക എടുത്താലും ഒറ്റ പരിശുദ്ധ കുർബാനയോടും ആകില്ല. സ്വർഗം മുഴുവനും ഭൂമിയിൽ നിറയുന്ന ഈ മഹനീയ കൂദാശ വഴി പാപപരിഹാര ബലി വഴി നിങ്ങളും ലോകം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടും. ഭയാനകമായ വിപത്തുകൾ കുറയും. ശുദ്ധീകരണത്തിൻ്റെ ഘോരത കുറയും. പ്രിയപ്പെട്ടവരെ, വളരെ ശക്തമായിട്ട് പരിശുദ്ധ കുർബാനയുടെ സ്ത്രീയായ പരിശുദ്ധ അമ്മ കുർബാനയിലേക്കാണ് ദൈവമക്കളെ നയിക്കുന്നത്. മരിയൻ ധ്യാനത്തിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ്. അതിന് ഈ ധ്യാനം യേശുവിൻ്റെ ചങ്കിലെ ശുശ്രൂഷയാണെന്നതിൻ്റെ അടയാളങ്ങളിലൂടെ വചനം സ്ഥിരീകരിക്കുന്നത്. നമുക്ക് ഏതാനും അനുഭവങ്ങൾ കാണാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഷാലറ്റ്. ഞാൻ കൊച്ചിയിൽ നിന്ന് വന്നത്. വർഷങ്ങളായിട്ടുള്ള തലവേദനയാണ് എനിക്ക്. തലവേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതകളും ഭയങ്കര പ്രയാസങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ മാറിക്കിടക്കും. അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ പിള്ളേരോടും എൻ്റെ ചേട്ടനോടും ഞാൻ പറയും, എനിക്ക് തലവേദന വന്നിട്ട് വയ്യെന്ന് പറയുമ്പോൾ എന്നെ ഒന്നെങ്കിൽ അപ്പം തന്നെ എന്നെ ആസ്പത്രിയിൽ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞ് ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ എൻ്റെ ഈ തലവേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടുള്ളൂ. ഞാൻ മാന്തറപ്പള്ളിയിൽ വന്നു. അച്ഛൻ എനിക്ക് ഇവിടെ നിന്ന് അൽത്താരയിലെ ഉറവ വെള്ള പ്രാർത്ഥിച്ച് കുടിച്ച് അതെല്ലാം മുഖം കഴുകി ഞാൻ തലയിലൊക്കെ പുരട്ടുമായിരുന്നു. അച്ഛൻ എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് ഒരിക്കലും ഈ തലവേദന വന്നിട്ടില്ല. വർഷങ്ങളായിട്ട് എൻ്റെ ഈ തലവേദന സുഖപ്പെടുത്തിയതിന് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി.
എൻ്റെ പേര് സുനിത. ഞാൻ പടനില ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 3 മാസമായിട്ട് രാത്രിയിൽ ഉറക്കമില്ലായിരുന്നു. 2 മണി വരെ 3 മണി വരെയെല്ലാം ഞാൻ ഉറങ്ങാതെ അസ്വസ്ഥതകൾ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ മമ്മി ഇവിടെ മാന്തരപ്പള്ളിയെ കൊണ്ടുവരികയും അച്ഛനെ കാണുകയും പ്രാർത്ഥിക്കുകയും തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തത്. അതിനുശേഷം എന്നെ അത്ഭുത ഉറവയിൽ കൊണ്ടുപോയി തല കഴുകുകയും തലയിൽ കുടിക്കാൻ വെള്ളം തരികയും ചെയ്തു. തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്ന് നല്ലപോലെ ഉറങ്ങി. അച്ഛൻ പറഞ്ഞ പോലെ തലയിൽ എണ്ണ വയ്ക്കുകയും കുളിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഉറങ്ങി. സുഖമായിട്ട് അന്നത്തെ ദിവസം ഉറങ്ങി. കഴിഞ്ഞ 3 മാസമായിട്ട് ഉറക്കമില്ലായിരുന്നത് ഈശോ മാറ്റി തന്നു. ഈശോ തന്ന സൗഖ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ കഴിഞ്ഞ ഡിസംബർ 2024 ഞാൻ ഈ മാന്ത്രപ്പള്ളി വരികയും ഇവിടെ ഒരു മരുന്നദാനത്തിൽ പങ്കുചേരുകയും ചെയ്തു. അതിന് ഫലമായി എനിക്ക് ഒരു അത്ഭുത രോഗശാന്തി എനിക്ക് ദൈവമായിട്ട് എനിക്ക് നൽകി. അതെനിക്ക് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായിട്ട് എൻ്റെ കാൽപാദത്തിൻ്റെ അടിയിൽ ചെറിയൊരു തടിപ്പൂല് വരികയും അത് കാരണം ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യുമായിരുന്നു. അതൊരു 10 ദിവസമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചൊറിയും. പിന്നെ നമ്മളൊരു 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം വീണ്ടും ചൊറിയത്തില്ല, വീണ്ടും അവിടെ ഇങ്ങനെ തടിക്കും. അപ്പോൾ അതിങ്ങനെ ഒരു 12 കൊല്ലമായിട്ട് എന്നെ അങ്ങ് വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് കോട്ടയവും മാർസ്ലീവായും ആലപ്പുഴയിലും പല വലിയ വലിയ ഹോസ്പിറ്റലിൽ പോയാലും ഡോക്ടർമാരെ കണ്ടു. അവർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് റിസൾട്ടൊക്കെ വരുമ്പോൾ യാതൊരു കുഴപ്പമില്ല, അലർജി യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർമാർ എന്തെങ്കിലും മരുന്ന് തരും, ഞാനിത് കഴിക്കും. വീണ്ടും 10 ദിവസം കൂടുമ്പോൾ എനിക്ക് വീണ്ടും അതേ അവിടെ തന്നെ തടിക്കുകയും ചെയ്യും, ഭയങ്കര ചൊറിച്ചിലും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഹോമിയോ ട്രൈ ചെയ്തു, ആയുർവേദം ട്രൈ ചെയ്തു. പക്ഷേ ഇതിൽ നിന്നും യാതൊരു മാറ്റവും എനിക്കില്ല. ഇത് അവസാനം വരുമ്പോൾ എനിക്ക് ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ വരികയും അതുപോലെ ചൊറിച്ചിലാകുമ്പോൾ ഞാൻ ഷൂരി കല്ലയിട്ട് ഉരയ്ക്കുകയും അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ എന്തെങ്കിലും മെറ്റൽ സർഫസ് ഇട്ട് ഞാൻ കണ്ടമാനിട്ടങ്ങ് ഉരയ്ക്കും. അവസാനം ഉരച്ച് കാലം ബ്ലഡ് പോലെ വരുന്ന അവസ്ഥ വരെ ആയി. അപ്പോൾ ഇത് വീണ്ടും ഒരു 10 ദിവസം വരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അച്ഛനടുത്ത് വന്നു, അച്ഛനോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു 2024 ഡിസംബർ 24 ധ്യാനം വന്ന് കൂടാൻ പറഞ്ഞു. ധ്യാനത്തിൻ്റെ ആദ്യത്തെ ദിവസം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ചോദിച്ചിലായിരുന്നു. രാത്രി ഇവിടെ കിടന്നപ്പോഴും ഞാൻ ഈ കാല് കിടന്ന അവിടെ തന്നെ ഇട്ട് ഉരയ്ക്കുകയും ആ മെറ്റലിൻ്റെ സർഫസ് ഇട്ട് ഉരയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് 2ാമത്തെ ദിവസം അച്ഛനെ രാവിലെ വന്നുകൊണ്ട് അച്ഛൻ എനിക്ക് ഭയങ്കര ചോർച്ചില്ല. അപ്പം അച്ഛൻ പറഞ്ഞു നീ ഒന്നും പേടിക്കണ്ട, ഇത് ദൈവം നമ്മൾ കൂട്ടിയിട്ടായിരിക്കും കുറയ്ക്കുന്നത്, അപ്പം നീ ധൈര്യമായിട്ട് പോകും. അപ്പോൾ അതിൻ്റെ 2ാമത്തെ ദിവസം ആരാധനയ്ക്കിടയിൽ എനിക്ക് അവിടെ തോന്നി ഇങ്ങനെ അവിടെ ചെറിയൊരു തണുപ്പ് എനിക്ക് തോന്നി ഈ ചൊറിയുന്നിടത്ത്. പിന്നെ എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ എന്നാലും എനിക്കൊരു വിശ്വാസം വന്നില്ല. ഞാൻ അതിൻ്റെ ഇടയ്ക്കെല്ലാം അവിടെ ഇങ്ങനെ പിടിച്ചു നോക്കും. പണ്ടൊക്കെ എനിക്കിങ്ങനെ ചൊറിച്ചില്ലേ പോലും ആ തടിപ്പുറത്ത് ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ നമുക്ക് വീണ്ടും ചൊറിയാൻ തോന്നും. ഞാൻ ആദ്യത്തെ 2ാമത്തെ ദിവസം എല്ലാം ഇങ്ങനെ പിടിച്ചു നോക്കി. അപ്പോഴും ഇങ്ങനെ ഇപ്പം സാധാരണ പിടിക്കുന്നിടത്തുള്ള വേദന പോലെയുള്ളൂ. 3ാമത്തെ ദിവസം ഞാനിങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ യാതൊരു കുഴപ്പമില്ല. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു ചോദിച്ചാൽ എനിക്ക് അതിപ്പം യാതൊരു കുഴപ്പമില്ല. കഴിഞ്ഞ 12 വർഷമായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന കാലിലെ ഈ അലർജി ഈശോ മാറ്റി തന്നതിന് നന്ദി പറയുന്നു. എൻ്റെ കാലിൻ്റെ ഈ വട്ടത്തിലാണ് ചൊറിച്ചില്ല, വേറെ ഒരിടത്ത് യാതൊരു കുഴപ്പമില്ല. അവിടെ ഇങ്ങനെ ഒരു 10 ദിവസം ഇങ്ങനെ തടിച്ചു വരുന്നു. അപ്പം കണ്ടമാനം ഈ തടിപ്പ് കൂടുമ്പോൾ ഞാൻ ബ്ലേഡ് എടുത്ത് വരസുകയും കല്ലയിട്ട് ഇങ്ങനെ ശരിക്കുമായിട്ട് കല്ലയിൽ മെറ്റൽ പീസായിട്ട് ഞാൻ ശരിക്കുമായിട്ട് വരച്ചു. അപ്പം അവസാനം വരച്ച് ബ്ലഡ് വരെ ഇങ്ങനെ വരുന്നു. അപ്പോഴാണ് ഞാൻ നിർത്തുന്നത്. അതുപോലെ ചൊറിച്ചില്ലായിരിക്കും. അപ്പോൾ ഒരു തവണ ആയുർവേദത്തിൽ പോയപ്പോൾ ഡോക്ടർ വഴി നമുക്കന്ന് അട്ട കടിപ്പിക്കുക ഈ തടിപ്പുള്ളടത്ത്. അപ്പം ഞാൻ 3 തവണ അട്ട കടിപ്പിച്ചു, ചങ്ങനാശ്ശേരി പോയി. പക്ഷെ വീണ്ടും അട്ട കടിപ്പിക്കുന്നു. അപ്പോൾ അട്ട കടിപ്പിക്കുന്ന അവിടെ ഇങ്ങനെ മുറിയും ബ്ലഡ് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ അതിങ്ങനെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി വീണ്ടും ഒരാഴ്ച എടുക്കും. വീണ്ടും അത് കഴിയുമ്പം പഴയ ആ സ്കിൻ അങ്ങ് മാറി പുതിയ സ്കിൻ വീണ്ടും തടിച്ചു വരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ ടിൻറ്റു ജെമിനീഷ്, നെന്മേനിയിൽ നിന്ന് വരുന്നു. എനിക്ക് കഴിഞ്ഞ് 20 വർഷമായിട്ട് അതികഠിനമായ തലവേദനയായിരുന്നു. തലവേദന വന്നു കഴിഞ്ഞാൽ എനിക്ക് വെട്ടം കാണാൻ പറ്റത്തില്ല, നിലത്തോട്ട് നോക്കാൻ പറ്റത്തില്ല, ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ ഞാൻ ഛർദ്ദിക്കും, 3-4 തവണ ഞാൻ ഛർദ്ദിച്ച് കഴിയുമ്പോഴത്തേക്ക് ശകലം ഒരു ആശ്വാസം കിട്ടുള്ളൂ. എന്നിട്ട് ഞാനിവിടെ മാന്തരപ്പള്ളിയിൽ അച്ഛനെ കാണാനായിട്ട് വന്നു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇവിടെ അത്ഭുത ഉറവയുണ്ട്, അവിടെ വന്നിട്ട് അച്ഛൻ എന്നെ കൊണ്ട് മുഖം കഴിയിപ്പിച്ചു, അവിടുത്തെ ജലം കുടിപ്പിച്ചു. എന്നുവെച്ച് അച്ഛനിവിടെ ധ്യാനമുണ്ട്, ധ്യാനത്തിന് വരാനായിട്ട് പറഞ്ഞു.
ഞാനിവിടെ ധ്യാനത്തിൽ വന്ന് പങ്കെടുത്ത് ഈശോയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 20 വർഷമായിട്ട് എനിക്കുണ്ടായിരുന്ന കഠിന തലവേദന പൂർണ്ണമായി മാറി ഈശോ എനിക്ക് സൗഖ്യം തന്നു, പൂർണ്ണ സൗഖ്യം തന്നു. ഈശോയ്ക്ക് 1000 നന്ദി. അതുപോലെ എനിക്ക് വർഷങ്ങളായിട്ട് കഠിന നടുവിന് വേദനയായിരുന്നു. അലക്കാനൊക്കെ പോകുമ്പോൾ ഭയങ്കര പാടായിരുന്നു. ഒരു തുണി അലക്കി കഴിഞ്ഞാൽ കുറേ നേരം നിന്നിട്ട് എനിക്ക് അടുത്തൊന്ന് ചെയ്യുവാനായിട്ട് പറ്റുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്ന് ധ്യാനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോ എൻ്റെ നടുവിന് എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. ഈശോയ്ക്ക് നന്ദി. എൻ്റെ മകൾ ജുവൽ 3 വയസ്സുണ്ട്. കുഞ്ഞാണെങ്കിൽ രാത്രിയിലും പകലും എല്ലാം ഭയങ്കരമായിട്ട് കരയുമായിരുന്നു. ഒരു രക്ഷയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ അച്ഛനെ കുറിച്ച് അറിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് ഇവിടെ മാന്ത്രപ്പള്ളി വന്നത്. ഇവിടെ വന്ന് അത്ഭുത ഉറവയെ കൊണ്ട് കുഞ്ഞിൻ്റെ തലയും കഴിയിപ്പിച്ച് അച്ഛൻ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഈ ധ്യാനത്തിൽ വന്ന് പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിലും ചിത്താന്തമല്ല ഈശോ പൂർണ്ണമായിട്ട് മാറ്റി. ഞാനിവിടെ ധ്യാനത്തിൽ വന്ന് പങ്കെടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുടുംബത്തിൽ നല്ല ശാന്തിയും സമാധാനവും സന്തോഷവും തന്ന് അനുഗ്രഹിച്ച ഈശോയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞു. യേശുവെ നന്ദി, ഈശോയെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. എൻ്റെ പേര് ജെബിൻ, വൈഫിൻ്റെ പേര് അമിത ജോയി. ഞങ്ങൾ വഞ്ചിമല ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ കുഞ്ഞിന് 5 മാസമായി. രാത്രിയിൽ പെട്ടെന്ന് ഞെട്ടി എണീറ്റ് ഭയങ്കര കരച്ചിലായിരുന്നു. അച്ഛൻ്റെ അടുത്ത് വന്ന് ആൾത്താരയിൽ ഉറവെള്ളത്തിൽ അച്ഛൻ പ്രാർത്ഥിച്ചു. അന്നേരം അത് കഴിഞ്ഞ് അവന് ഞെട്ടൽ മാറി ഞങ്ങൾ വീണ്ടും അച്ഛൻ്റെ അടുത്ത് തന്നെ വന്നു. എൻ്റെ കുഞ്ഞിന് പരിപൂർണ്ണ സൗഖ്യം കിട്ടി. എൻ്റെ കാർച്ചയെല്ലാം മാറി. ഈശോ തന്ന സൗഖ്യത്തിന് നന്ദി പറയുന്നു. യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. എൻ്റെ പേര് സഞ്ജു, ഇതെൻ്റെ ഭാര്യയുടെ പേര് പാർവതി, ഇത് ഞങ്ങളുടെ മകൻ എയ്ഡൻ. ഞങ്ങൾ പൊൻകുന്നത്താണ് താമസിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞിന് രാത്രി കാലങ്ങളിൽ ഭയങ്കര കരച്ചിലായിരുന്നു. കുഞ്ഞ് എന്താണ് എന്ന് ഞങ്ങൾക്കറിയത്തില്ല. അതിന് ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഒരു മരണത്തെ തുടർന്നാണ് കുഞ്ഞിങ്ങനെ രാത്രി കാലങ്ങളിൽ കാറിക്കൊണ്ടിരുന്നെടുത്തതല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ മാന്ത്രപ്പള്ളിയിൽ വരികയും അച്ഛനെ കാണാനും ഇടയായത്. അച്ഛൻ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. മാന്ത്രപ്പള്ളിയിൽ ഒരു അത്ഭുത നീരുറവയുണ്ട്. അച്ഛൻ ആ അത്ഭുത നീരുറവയിലേക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോവുകയും അവിടെ വെച്ച് കുഞ്ഞിൻ്റെ മുഖം കഴുകുകയും കുടിക്കാനായി വെള്ളവും കൊടുത്തു. അതിനുശേഷം കുഞ്ഞ് ഇന്നേ വരെയും രാത്രി കാലങ്ങളിൽ കരഞ്ഞിട്ടില്ല. ദൈവം തന്ന സൗഖ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് താലിനി, ഇതെൻ്റെ ചേച്ചിയുടെ മകനാണ്. ഇവൻ്റെ പേര് റിതുൽ. ഇവന് 2.5 മാസം തൊട്ട് ശ്വാസമുട്ടലുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ചില ഫുഡുകൾ കഴിക്കുമ്പോൾ അലർജിയും ഉണ്ടായിരുന്നു. മുട്ടയും സോയാബോളും കഴിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ ചുമന്ന കൊമ്മള പോലെ വരുമായിരുന്നു. അവന് ചൊറിച്ചിലും തലയിലെല്ലാം ചൊറിച്ചിലായിരുന്നു. ചൊറിച്ചിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര വേദനയാണെന്ന് പറയുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മാന്ത്രപ്പള്ളിയിൽ അച്ഛനെ കണ്ടു. അച്ഛൻ അവൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ അസ്വസ്ഥതകളെല്ലാം മാറി. അവൻ്റെ അലർജിയും ശ്വാസമുട്ടലും എല്ലാം മാറി. ഇപ്പോൾ അവൻ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. ഈശോ ഞങ്ങൾക്ക് തന്ന സൗഖ്യത്തിന് 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.